ഹലോ ഹായ് നമസ്കാരം എല്ലാവർക്കും ധന്യ ഷജിൻ വ്ലോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ പേര് ധന്യ ഷജിൻ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മാർക്കോ മൂവി വേഴ്സ് സീക്രട്ട് ഏജൻറ്റ് സായി കൃഷ്ണ മൂവി റിവ്യൂ, ഈ ഒരു വിഷയത്തെക്കുറിച്ച് തന്നെയാണ്. പക്ഷേ ഒരു മൂവിയുടെ റിവ്യൂ ചെയ്തതിൻ്റെ പേരിൽ അങ്ങ് ബഹിരാകാശത്തേക്കും ചാന്ദ്രനിലേക്കൊക്കെ പോയിട്ട് അതുപോലെ താഴേക്ക് ഇറങ്ങിയ ഒരു വ്യക്തിയായിരിക്കാം സീക്രട്ട് ഏജൻറ്റ് സായി കൃഷ്ണ. അദ്ദേഹം ആദ്യമായിട്ടൊന്നുമല്ല ഇതുപോലെ എയറിലേക്ക് അങ്ങ് പാറി പോകുന്നത്. ഇതിനു മുൻപ് ഒരുപാട് തവണ സ്പേസിലേക്കൊക്കെ പോയി അതുപോലെ ഇറങ്ങി വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞോട്ടെ, വളരെയധികം ബഹുമാനത്തോടു കൂടിയും ആ ഒരു റെസ്പെക്റ്റ് വെച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം നമ്മളൊക്കെ ഈ ഒരു ചാനൽ തുടങ്ങുന്ന സമയത്ത്, ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയത്ത് നമ്മൾ ആരുടെയെങ്കിലുമൊക്കെ ചാനലുകളും അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇൻസ്പയർഡ് ആയിട്ടുമായിരിക്കുമല്ലോ ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതുപോലെ സീക്രട്ട് ഏജൻറ്റിൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇൻസ്പയർഡ് ആയിട്ട് ചാനൽ തുടങ്ങിയ ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എനിക്ക് സംസാരിക്കാൻ വളരെയധികം ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു റിയാക്ഷൻ വീഡിയോ എന്നുള്ള കണ്ടൻറ്റുമായിട്ട് ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങുന്നതും. അന്നും നമ്മൾ സീക്രട്ട് ഏജൻറ്റിൻ്റെ ചാനലിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ന് ശ്രദ്ധിച്ചുകൊണ്ടാണ് ഓരോ വീഡിയോസും ചെയ്തിട്ടുള്ളത്. അതേ ബഹുമാനം വെച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോയും ചെയ്യുന്നത്. പക്ഷേ ആശയപരമായിട്ട് ഈ ഒരു വിഷയം എതിർക്കുന്നു എന്ന് മാത്രം. അപ്പോൾ ആദ്യം തന്നെ ഈ മാർക്കോ മൂവി ഞാൻ ആ ഒരു മൂവി കണ്ടിട്ടില്ല. കാരണം എനിക്ക് വയലൻസിനോട് വലിയ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ, പ്രത്യേകിച്ച് ഈ ബ്ലഡൊക്കെ കാണുന്ന സമയത്ത് തല കറങ്ങി സ്പോട്ടിൽ വീഴുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എനിക്ക് വയലൻസ് അത്തരത്തിലുള്ള മൂവീസ് ഒന്നും ഇഷ്ടമല്ല. അതുപോലുള്ള കാര്യങ്ങൾ കേൾക്കുന്നത് തന്നെ ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ഞാനൊരു മൂവി കണ്ടിട്ടില്ല. പക്ഷേ കണ്ട ഒരുപാട് പേരുടെ റിവ്യൂ ആയിക്കോട്ടെ, അവരുടെ കമൻറ്റുകളായിക്കോട്ടെ, അവരുടെ ഒപ്പീനിയൻസ് ആയിക്കോട്ടെ, പേഴ്സണലി എൻ്റെ തന്നെ ഒരുപാട് ഫ്രണ്ട്സിൻ്റെ അഭിപ്രായങ്ങൾ ചോദിച്ചതിന് ശേഷമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഏകദേശം 10-15 ഫ്രണ്ട്സിനോട് അവർ ഈ മാർക്കോ മൂവി കണ്ടതിന് ശേഷമുള്ള അഭിപ്രായങ്ങൾ അതെന്താണ് എന്നതിന് അത് ചോദിച്ചറിഞ്ഞതിന് ശേഷമാണ്. കാരണം ഞാൻ ആ ഒരു മൂവി കാണാത്തത് കൊണ്ട് തന്നെ ഡീപ്ലി എനിക്ക് ആ ഒരു മൂവിയെക്കുറിച്ച് പറയാനറിയില്ല. പക്ഷേ കണ്ട 99.9% ഓഡിയൻസും പറഞ്ഞൊരു അഭിപ്രായം എന്ന് പറയുന്നത് മൂവി അങ്ങ് തകർത്തു, അടിച്ച് കൊളുത്തി എന്ന് തന്നെയാണ് ഈ ഒരു മൂവിയെക്കുറിച്ചുള്ള അഭിപ്രായം. പിന്നെ നെഗറ്റീവ് എന്നുള്ള ആ ഒരു രീതിക്ക് പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, കഥയില്ല. പിന്നെ ഈ 18+ മാത്രമേ കാണാൻ പറ്റുകയുള്ളൂ, കുട്ടികൾക്കും ഫാമിലി ഓഡിയൻസിനൊന്നും പറ്റില്ല എന്നുള്ളത്. അതായത് ഒരുപാട് സെൻസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള മൈൻഡുള്ള ആളുകളൊന്നും ഈ ഒരു മൂവി കാണരുത് എന്നുള്ളത് ഓൾറെഡി അതിൻ്റെ അണിയറ പ്രവർത്തകർ തന്നെ പറയുന്നുണ്ട്. അവർ പറയുന്നത്, നിങ്ങൾ വയലൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ എക്സ്ട്രീം ലെവലാണ്, പീക്ക് ലെവലിലുള്ള വയലൻസ് ആണ് മാർക്കോ എന്നുള്ള ഈ ഒരു മൂവി എന്നുള്ളത് അവർ എടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ഒരു മൂവിയുടെ പ്രൊമോഷൻ നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കഥയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും ആ ഒരു മൂവി വിമർശിക്കപ്പെടേണ്ടതില്ല. അവർ ഓൾറെഡി അതിൻ്റെ ആ ഒരു ഡിസ്ക്ലെയിമർ പറഞ്ഞതിന് ശേഷമാണ് ഇതിൻ്റെ പ്രൊമോഷനിലേക്കൊക്കെ കടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വയലൻസ് അത്രയധികം ഇഷ്ടമുള്ള ആളുകൾ മാത്രം ഈ ഒരു മൂവി കണ്ടാൽ മതി. ഇനി കാണാത്തവർക്കായിട്ട് ഞാൻ പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ മൂവിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഉണ്ണി മുകുന്ദൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി, ഇപ്പോൾ ഈ അഭിപ്രായം പറഞ്ഞ ഒരുപാട് പേര് പറഞ്ഞിരുന്നു. ഉണ്ണി മുകുന്ദൻ അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ എഫേർട്ട് ഇട്ടിട്ടുള്ള, അത്രയധികം ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു ക്യാരക്ടറാണ് ഈ ഒരു മാർക്കോ മൂവിയിൽ ഉള്ളത്. കാരണം അത്രയധികം എഫേർട്ട് അദ്ദേഹം ആ ഒരു മൂവിക്ക് വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ 100% റിസൾട്ട് കിട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഒരുപാട് റിവ്യൂസൊക്കെ കൊടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ തട്ടിയുള്ള ആ ഒരു വോയിസ്, അദ്ദേഹത്തിൻ്റെ ആ ഒരു കമൻട്രി തന്നെ കേൾക്കുമ്പോൾ നമുക്ക് വ്യക്തമാവുന്നതാണ് അദ്ദേഹം ഇതിനു വേണ്ടി എത്രത്തോളം എഫേർട്ട് എടുത്തിരുന്നു എന്നുള്ളത്. അങ്ങനെ ഇരിക്കെ നമുക്കൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്ന് നിന്നുകൊണ്ട് നമുക്ക് അഭിപ്രായങ്ങൾ പറയാം. ഈ പറഞ്ഞ എനിക്കായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റുള്ളവർക്കായിക്കോട്ടെ, ആർക്ക് വേണമെങ്കിലും അഭിപ്രായങ്ങൾ പറയാം, അവരുടെ പേഴ്സ്പെക്റ്റീവ് അറിയിക്കാവുന്നതാണ്. അത് നമുക്കൊരു കാര്യം കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ഒരു കാര്യത്തെ വിശകലനം ചെയ്തുകൊണ്ട് നമുക്ക് എന്താണോ പറയാൻ തോന്നുന്നത് ആ കാര്യം തീർച്ചയായും പറയാവുന്നതാണ്. പക്ഷേ ഈ ഒരു 99.9% ഓഡിയൻസിനും ഇഷ്ടപ്പെട്ട ഒരു മൂവി, ഈ പറഞ്ഞ സീക്രട്ട് ഏജൻറ്റ് സായി കൃഷ്ണയ്ക്കും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് അവർക്കും അത് ഇഷ്ടപ്പെട്ടില്ല. ഒരുപക്ഷെ അവരുടെ പേഴ്സണൽ ചോയ്സാണ്, അവർ ഇഷ്ടപ്പെടണോ വേണ്ടയോ എന്നുള്ളതൊക്കെ അവരുടെ പേഴ്സണൽ ചോയ്സ് തന്നെയാണ്. പക്ഷേ അത്രയധികം നല്ലൊരു മൂവിയെ ഒരുപക്ഷെ ഈ ഒരു മൂവിയുടെ റിവ്യൂ ആദ്യം തന്നെ ചെയ്തത് സീക്രട്ട് ഏജൻറ്റ് സായി കൃഷ്ണനാണ്. അപ്പോൾ ആ ചേട്ടൻ ചെയ്യുന്ന സമയത്ത് അദ്ദേഹം വ്യക്തമായി അതിൽ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഉണ്ണി മുകുന്ദൻ സിനിമ എന്നുള്ളത്
നിങ്ങൾക്കൊക്കെ അറിയുമായിരിക്കും ഒരുപക്ഷെ. മാളികപ്പുറം എന്നുള്ള അയ്യപ്പൻ്റെ ആ ഒരു സിനിമ വന്നതിന് ശേഷം ഉണ്ണി മുകുന്ദനും സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണയും തമ്മിലുള്ള ആ ഒരു പേഴ്സണലി ഉള്ള ഒരു പ്രശ്നങ്ങളൊക്കെ ഒരുപാട് ഓഡിയൻസിന് അറിയുന്ന ഒരു കാര്യമായിരിക്കും അല്ലേ. ഒരുപക്ഷെ ഇദ്ദേഹത്തിൻ്റെ ചാനലായിക്കോട്ടെ ഏകദേശം 7 ലക്ഷത്തിലധികം സബ്സ്ക്രൈബേഴ്സ് ഫോളോവേഴ്സ് ഉള്ള ഒരു ചാനലാണ്. അപ്പോൾ അത്രയധികം ഓഡിയൻസിന് അറിയുന്ന ഒരു കാര്യമാണ് ഉണ്ണി മുകുന്ദനും സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണയും. അങ്ങനെ ഇരിക്കെ തീർച്ചയായും അദ്ദേഹം ഈ ഒരു റിവ്യൂ പറയുന്ന സമയത്ത് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നു അദ്ദേഹം ഒരിക്കലും അതിനൊരു പോസിറ്റീവായി പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്യില്ല. കാരണം അതിന് മുൻപുള്ള അദ്ദേഹത്തിൻ്റെ പല വീഡിയോകളും പരിശോധിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് എത്രയാണ് ആ ഒരു വ്യൂവർഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു വീഡിയോസിനൊക്കെ കിട്ടിയിരിക്കുന്ന വ്യൂസ് എത്രയാണ്, പക്ഷേ ഈ ഒരു വീഡിയോയ്ക്ക് കിട്ടിയിരിക്കുന്ന വ്യൂസ് എത്രയാണ് എന്ന് കണ്ടാൽ തന്നെ ഏകദേശം കോമൺ സെൻസ് ഉള്ള ആളുകൾക്ക് വ്യക്തമായി മനസ്സിലാക്കാവുന്നേ ഉള്ളൂ അദ്ദേഹം എന്തുകൊണ്ടാണ് ആ ഒരു നെഗറ്റിവിറ്റി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു നെഗറ്റീവായിട്ട് ഈ ഒരു ഫിലിമിൻ്റെ റിവ്യൂ പറഞ്ഞത്. പ്രത്യേകം ഇവർ തമ്മിൽ ഉണ്ണി മുകുന്ദൻ ആയിക്കോട്ടെ സീക്രട്ട് ഏജന്റ് ആയിക്കോട്ടെ ഇവർ തമ്മിലുള്ള ആ ഒരു പ്രശ്നം ഉണ്ടായിരിക്കെ ഈ ഒരു നെഗറ്റിവിറ്റി പറഞ്ഞത് അല്ലെങ്കിൽ നെഗറ്റീവായിട്ടും റിവ്യൂ പറഞ്ഞതിൽ തന്നെ ആ ഒരു അദ്ദേഹത്തിൻ്റെ ആ ഒരു മൈൻഡ് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആ ഒരു വ്യൂഷിപ്പ് കിട്ടാനുള്ള ഒരു ട്രിക്കാണ് എന്നുള്ളത് ഏകദേശം എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം അത് ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പറയാം. ഒരുപക്ഷെ പോസിറ്റീവായിട്ട് പറയാം, നെഗറ്റീവായിട്ട് പറയാം, അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സ്പെക്റ്റീവാണ്. എന്ന് കരുതി ഒരു മൂവിയെ ആ മൂവി എങ്ങനെയെങ്കിലും തകർക്കണം അല്ലെങ്കിൽ അത് ഇദ്ദേഹത്തിൻ്റെ ഈ ചാനൽ വാച്ച് ചെയ്യുന്ന ഒരുപാട് ആളുകൾ ആ ഒരു മൂവി കാണാൻ പോകുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു റിവ്യൂ കണ്ടതിന് ശേഷം ഞങ്ങൾ മൂവി കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ കൂടെ ഒരു നെഗറ്റിവിറ്റിയിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്നുള്ളത് സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണ ഇനിയെങ്കിലും മനസ്സിലാക്കിയാൽ നന്നായിരുന്നു. കാരണം അതിൽ വന്നിരിക്കുന്ന ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിന് മുൻപ് അതിൻ്റെ കമൻറ്റ് സെക്ഷൻ പരിശോധിക്കുന്ന സമയത്ത് ഏകദേശം 8,000-ലധികം കമൻസ് വന്നിട്ടുണ്ട്. ഈ 8,000-ലധികം വരുന്ന കമൻസും ഇദ്ദേഹത്തിന് നെഗറ്റീവാണ്. കാരണം മാർക്കോ എന്ന് പറയുന്ന ആ ഒരു മൂവിയെ അങ്ങേയറ്റം ഹൈപ്പ് കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ അത്രയധികം ഇഷ്ടപ്പെട്ടുകൊണ്ട് വയലൻസ് ആയിക്കോട്ടെ ആ ഒരു മൂവി കണ്ടിരിക്കുന്ന ആളുകളാണ് കമൻ്റ് ഇട്ടിരിക്കുന്നത്. അല്ലാതെ ഇദ്ദേഹം ഇപ്പോൾ രണ്ടാമത് വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് PR ടീമുകളോ അല്ലെങ്കിൽ ഉണ്ണി മുകുന്ദൻ്റെ PR ടീമുകളോ ആരുമല്ല. ആ മൂവി കണ്ടിരിക്കുന്ന ആ ഒരു സിനിമ ഇഷ്ടപ്പെട്ട് വന്നിരിക്കുന്ന ജെന്യൂൻ ആയിട്ടുള്ള ഓഡിയൻസാണ്. അതിൻ്റെ ആ ഒരു കമൻറ്റ് സെക്ഷൻ പിന്നെ കമൻ്റ് ഓളുകൾ എല്ലായിടത്തും ഉണ്ടാകും. പക്ഷേ ഈ പറഞ്ഞ ഞാൻ പോലും ആ ഒരു മൂവി കണ്ടിട്ടില്ല. പക്ഷേ എനിക്ക് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളിൽ നിന്നും പബ്ലിക് ഒപ്പീനിയനിൽ നിന്നും എനിക്ക് വ്യക്തമായൊരു കാര്യമാണ് ഞാൻ എൻ്റെ ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അത്രയധികം ആളുകൾക്ക് ഡൈജസ്റ്റ് ആയിട്ടുള്ള ഒരു മൂവി സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണയ്ക്കും അദ്ദേഹത്തിൻ്റെ സുഹൃത്തിനും ഡൈജസ്റ്റ് ആയില്ല എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് തന്നെ ആളുകൾക്ക് മനസ്സിലാവും. പക്ഷെ ഒരു മൂവി ഇറങ്ങുന്ന സമയത്ത് അതിന് പിന്നിൽ എത്രത്തോളം ഹാർഡ് വർക്ക് ഉണ്ട്, എത്രത്തോളം എത്ര വർഷത്തെ അല്ലെങ്കിൽ എത്ര കാലങ്ങൾ കൊണ്ടുള്ള അവരുടെ എഫേർട്ടാണ് എന്ന് പോലും മാനിക്കാതെ ഒരു സിനിമയെ മനഃപൂർവ്വം തകർക്കണം എന്നുള്ള ഉദ്ദേശം വെച്ചുകൊണ്ട് ഇത്തരത്തിൽ മൂവി റിവ്യൂസ് ചെയ്യുന്നവർ ആദ്യം തന്നെ ഒരു കാര്യം മനസ്സിലാക്കുക. അല്ലെങ്കിൽ ഇതുപോലുള്ള സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ട് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇരുന്നുകൊണ്ട് ഓരോ കാര്യങ്ങൾ അതും ഏകദേശം 7 ലക്ഷത്തിലധികം ഫോളോവേഴ്സുള്ള ഒരു ചാനലിൻ്റെ ഉടമ ഓരോ കാര്യങ്ങൾ വിളിച്ച് പറയുന്ന സമയത്ത് ദയവ് ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു സൊസൈറ്റിയോട് അല്ലെങ്കിൽ ഈ ഒരു ഇത്രയധികം ആളുകളോട് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ആ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്ന പക്ഷം അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അത് അങ്ങനെ തോന്നുന്ന സമയത്ത് നിങ്ങളാണ് അവിടെ ഫെയിൽ ആവുന്നത് എന്നുള്ള കാര്യം ഇനിയെങ്കിലും മനസ്സിലാവുക. കാരണം ഈ നമ്മളൊക്കെ ഒരു 5,000 സബ്സ്ക്രൈബേഴ്സും അത്രയൊക്കെയുള്ള ചാനലുകളാണ്. പക്ഷേ ഈ 7 ലക്ഷം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ചെറിയ എമൗണ്ട് അല്ല അല്ലെങ്കിൽ ചെറിയ ആളുകളല്ല. 7 ലക്ഷം എന്ന് പറയുന്നത് അത്രയധികം ഹ്യൂജ് എമൗണ്ട് അല്ലെങ്കിൽ ഹ്യൂജ് വ്യൂവേഴ്സാണ്. അതുകൊണ്ട് തന്നെ അതും 6 ലക്ഷത്തിലധികമൊക്കെ വ്യൂവേഴ്സ് വന്നിരിക്കുന്ന അല്ലെങ്കിൽ വ്യൂവർഷിപ്പ് കിട്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തേതും രണ്ടാമതും വന്നിരിക്കുന്ന വീഡിയോ. പിന്നെ രണ്ടാമത് വന്നിരിക്കുന്ന വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു PR ടീമുകളാണ് വന്ന് എന്നെ തകർക്കാൻ ശ്രമിക്കുന്നത്, ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതാണ് എന്നുള്ളതൊക്കെ. പക്ഷേ ആ ഒരു റിവ്യൂ കണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കേട്ടിരിക്കുന്ന ഏകദേശം വിവരമുള്ള അല്ലെങ്കിൽ കോമൺ സെൻസുള്ള ഏതൊരു വ്യക്തിക്കും മനസ്സിലാകും സീക്രട്ട് ഏജന്റിൻ്റെ ബോഡി ലാംഗ്വേജിൽ തന്നെ എനിക്ക് വ്യക്തിപരമായി തോന്നിയിരുന്നു. കാരണം വല്ലാത്തൊരു ഇറിറ്റേഷനാണ് എനിക്ക് സത്യത്തിൽ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ തന്നെ തോന്നിയത്. ഏകദേശം 20 മിനിറ്റിലധികം അത്രയും മിനിറ്റ് വരുന്ന ഒരു വീഡിയോ ആയിരുന്നു. ആ ഒരു വീഡിയോയിൽ ഓരോ കാര്യങ്ങളും അതിലൊരു കാര്യം പോലും അദ്ദേഹം പോസിറ്റീവായിട്ട് പറയുന്നില്ല. അദ്ദേഹം പറയുന്നുണ്ട് വയലൻസ് ഇഷ്ടമുള്ളവർക്ക് പോയി കാണാം എന്ന് പറയുന്നുണ്ട്. അത് ഓൾറെഡി ഈ അണിയറ പ്രവർത്തകർ തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. അതിന് പുറമെ ഓരോ നെഗറ്റീവായ ഓരോ കാര്യങ്ങൾ എടുത്തെടുത്ത് തന്നെ പറയുന്ന സമയത്ത്
ആളുകൾക്ക് മനസ്സിലാക്കാം. കാരണം എല്ലാവർക്കും ഇപ്പോൾ വിവരം വെച്ച് തുടങ്ങിയിട്ടുണ്ട്. കാരണം സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണ എന്താണ് എന്നുള്ളതും എല്ലാവർക്കും മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു സിനിമയെ മനഃപൂർവ്വം തകർക്കാതിരിക്കുക എന്ന് മാത്രമേ എനിക്ക് ഈ ഒരു വ്യക്തിയോട് പറയാനുള്ളൂ. അപ്പോൾ ഇത്രയധികം ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു വ്യക്തി ഇത്രയധികം തരം താഴാതിരിക്കുക. മാർക്കോ എന്ന് പറയുന്ന ആ ഒരു മൂവി ഒരുപക്ഷെ ഇദ്ദേഹത്തിന് ഇഷ്ടമായില്ലെങ്കിൽ അത് ഇഷ്ടമായില്ല എന്ന് പറയാനുള്ള പേഴ്സണൽ ഒപ്പീനിയൻ ഉണ്ട്. അത് പേഴ്സണൽ ചോയ്സ് എല്ലാവർക്കും ഉണ്ട് എന്ന് കരുതി ഇത്രയധികം ആളുകൾ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു മൂവിക്ക് ഒരു സ്ഥലത്തെങ്കിലും ആ ഒരു 20 മിനിറ്റിലധികം ഡ്യൂറേഷൻ വരുന്ന ആ ഒരു വീഡിയോയുടെ ഏതെങ്കിലും ഒരു ഭാഗത്തെങ്കിലും ഉണ്ണി മുകുന്ദൻ്റെ ആ ഒരു എഫേർട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഡെഡിക്കേഷനെ കുറിച്ച് പറയാമായിരുന്നു. പക്ഷെ അതിലും പറയുന്നത് അദ്ദേഹത്തെക്കുറിച്ചുള്ള നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മോശം വശങ്ങൾ മാത്രമേ എടുത്ത് പറയുന്നുള്ളൂ. പക്ഷേ ഇത്രയധികം ഈ മൂവി കണ്ടിട്ടുള്ള ഇത്രയധികം ആളുകൾ പറയുന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു ഡെഡിക്കേഷനെ കുറിച്ച് പറയുമ്പോൾ ഒന്നുകിൽ ആ ഒരു മൂവിയുടെ റിവ്യൂ ചെയ്യാതിരിക്കാമായിരുന്നു. അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ, കാരണം എന്തായാലും ചർച്ചയാവും എന്നുള്ള കാര്യം സീക്രട്ട് ഏജന്റിന് വ്യക്തമായിട്ട് അറിയാം. അങ്ങനെയെങ്കിൽ റിവ്യൂ ചെയ്യാതിരിക്കാമായിരുന്നു. പക്ഷേ റിവ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ആ ഒരു ആശയപരമായിട്ട് അല്ലെങ്കിൽ നിലപാടുകൾ കൊണ്ട് അതിനെ എതിർക്കാനായിട്ട് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ട് ശ്രമിക്കുക. അല്ലാതെ ഒരു വ്യക്തിയെക്കുറിച്ച് ഒരു പേഴ്സണൽ ഗ്രഡ്ജ് ഉണ്ട് എന്ന് കരുതിയിട്ട് ഒരിക്കലും അതിനായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ എനിക്കൊരു ചാനൽ ഉണ്ട് എന്ന് വെച്ചിട്ട് ഒരിക്കലും അതിനെ നമ്മുടെ പേഴ്സണൽ ഗ്രഡ്ജ് തീർക്കാനായിട്ട് ഉപയോഗിക്കാതിരിക്കുക. കാരണം ഇത്രയധികം ഓഡിയൻസൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയാണ് ഈ പറഞ്ഞ സീക്രട്ട് ഏജന്റ്. അപ്പോൾ ഉണ്ണി മുകുന്ദനോട് പേഴ്സണൽ ഗ്രഡ്ജ് ഉണ്ടെങ്കിൽ ഒന്നുകിൽ ആ ഒരു മൂവിയുടെ റിവ്യൂ ചെയ്യാതിരിക്കാമായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എല്ലാ വശങ്ങളും പറയണമായിരുന്നു, പോസിറ്റീവും നെഗറ്റീവും എല്ലാം പറയണമായിരുന്നു. പക്ഷേ എടുത്തെടുത്ത് വെച്ചുകൊണ്ട് 20 മിനിറ്റോളം ഈ നെഗറ്റീവ് റിവ്യൂ പറഞ്ഞതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം നെഗറ്റിവിറ്റി സീക്രട്ട് ഏജന്റ് വന്നത്. അപ്പോൾ അതിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ എല്ലാ വീഡിയോകളിലും അത് റിഫ്ലക്റ്റ് ആവുന്നുമുണ്ട്. അപ്പോൾ ഇത്രയധികം എനിക്ക് വീണ്ടും വീണ്ടും പറയാനുള്ള കാര്യം ഇത്രയേ ഉള്ളൂ. ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നുള്ളത് ഇനിയെങ്കിലും അത് പാലിക്കാനായിട്ട് ശ്രമിക്കുക. രണ്ടാമത്തെ വീഡിയോയിൽ ഈ ഒരു PR ടീം എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെയാണ് ഞാൻ വ്യക്തമായും പറയുന്നത്, ഞാൻ ഉണ്ണി മുകുന്ദൻ്റെ ഒരു ഫാനല്ല. പക്ഷേ മാർക്കോ മൂവി ഞാൻ കണ്ടിട്ടില്ല, ഇനിയോട്ട് കാണുകയുമില്ല. കാരണം എനിക്കത് കാണാനുള്ള അത്രയധികം ത്രാണിയൊന്നുമില്ല. കാരണം ഞാൻ മുൻപ് തന്നെ സൂചിപ്പിച്ചില്ല. അതുകൊണ്ട് തീർച്ചയായും ഞാൻ ആ ഒരു മൂവി കാണില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഒരുപാട് ഷോർട്സിലും റീലുകളിലൊക്കെ നമ്മൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു വിഷ്വൽസൊക്കെ കണ്ടിരുന്നു. അപ്പോൾ അതിൽ നിന്ന് തന്നെ ഈ ഒരു മൂവി ഇറക്കുന്ന സമയത്ത് അതിന് പിന്നിൽ എത്രത്തോളം എഫേർട്ട് ഉണ്ടാകും എന്നുള്ളത് വ്യക്തിപരമായിട്ട് അല്ലെങ്കിൽ എല്ലാവർക്കും ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഇനിയൊരു PR ആണ് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ഫാൻ ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ ആ ഒരു PR വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ് എന്ന് പറഞ്ഞുകൊണ്ടൊന്നും ആരും വരണ്ട. എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ പറഞ്ഞു, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചുകൊണ്ട് ഒരിക്കലും ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ആ ഒരു വ്യക്തിയുടെ ക്വാളിറ്റിയാണ് അവിടെ നഷ്ടപ്പെടുന്നത് എന്നുള്ളത് ഇനിയെങ്കിലും മനസ്സിലാക്കുക. കാരണം നമുക്ക് നമ്മുടെ ഈ ഒരു ആളോടുള്ള അല്ലെങ്കിൽ നമ്മളെ ഇത്രയധികം വളർത്തി വലുതാക്കിയിട്ടുള്ള ഈ ഒരു സബ്സ്ക്രൈബേഴ്സിനോട് കാണിക്കാനുള്ള ആ ഒരു മാന്യത, അല്ലെങ്കിൽ അവരുടെ മുൻപിൽ അവരാണ് ദൈവങ്ങൾ എന്ന് പറയുന്നത് പോലെ, അപ്പോൾ അവർ തന്നെ നമുക്കെതിരെ തിരിയുന്ന സമയത്ത് നമ്മുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട് എന്നുള്ളത് അംഗീകരിക്കുന്ന സമയത്ത് ഏതൊരു വ്യക്തിയും അല്ലെങ്കിൽ ഏതൊരു യൂട്യൂബർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏതൊരു വ്യക്തിയും അപ്പോഴാണ് ഒരു പേഴ്സണാലിറ്റി ഉള്ള ഒരു വ്യക്തിത്വമായിട്ട് മാറുന്നത്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള ഉണ്ണി മുകുന്ദൻ്റെ മൂവികൾ വരാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ മലയാള ഫിലിം ഇൻഡസ്ട്രി കണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു വയലൻറ്റ് മൂവി, അല്ലെങ്കിൽ അത്രയധികം ഒരുപക്ഷെ ഇതിന് മുൻപൊന്നും ഇത്രയധികം ഓഡിയൻസ് ഏറ്റെടുത്ത ഒരു മൂവി വന്നിട്ടുണ്ടാവില്ല. കാരണം ഇത്രയധികം വയലൻസ് എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം വയലൻസ് ഉള്ള ഒരു മൂവിയാണ് ഈ ഒരു മാർക്കോ. അപ്പോൾ എനിക്കതിനെക്കുറിച്ച് ഡീപ്പായിട്ട് പറയാൻ അറിയാത്തത് കൊണ്ടാണ് ഞാൻ അതിലോട്ടൊന്നും കടക്കാത്തത്. പക്ഷേ സീക്രട്ട് ഏജൻ്റെ ഈ ഒരു പ്രവൃത്തിയോട് എനിക്ക് ഒട്ടും ഡൈജസ്റ്റ് ആവുന്നില്ല. അതുകൊണ്ട് ഞാൻ ആ ഒരു കാര്യം പറയുന്നു, വീണ്ടും ആവർത്തിക്കുന്നു, നിലപാടുകളായിട്ട് മാത്രം എടുക്കുക. കാരണം നമുക്ക് ആശയപരമായിട്ട് ആരെയും വിമർശിക്കാൻ, ഞാൻ മുൻപുള്ള പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്, ആശയപരമായിട്ട് നമുക്ക് ആരെയും വിമർശിക്കാനുള്ള റൈറ്റ്സ് ഉണ്ട്. പക്ഷെ അതൊരിക്കലും ഒരു വ്യക്തി വൈരാഗ്യത്തിലോട്ടോ പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചുകൊണ്ടോ ഒരു വ്യക്തിയെ തകർക്കുക അല്ലെങ്കിൽ ഒരു മൂവിയെ ഇല്ലാതാക്കുക, അതിലോട്ടൊന്നും കടക്കുന്നതിനോട് എനിക്കും താല്പര്യമില്ല. അപ്പോൾ അതൊന്നും സീക്രട്ട് ഏജന്റ് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. പ്രേക്ഷകർക്ക് ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് തന്ന ഒരു ബെൽ ബട്ടൺ എനേബിൾ ചെയ്തിരിക്കുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കൃത്യമായി നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നതായിരിക്കും.